ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമാണ്. വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ആന്റിബോഡി ഇന്ന് 12 മണിയോടുകൂടി എത്തുമെന്നാണ് ഈ വാർത്താ സമ്മേളനത്തിൽ മന്ത്രി പറഞ്ഞിരുന്നത്. ഒരുപക്ഷെ ഏതാണ്ട് ഈ ആന്റിബോഡി എത്തുന്ന സമയം കുട്ടിയുടെ മരണവും ഏതാണ്ട് ഒരേ സമയത്താണ് സംഭവിച്ചത്. ഒരു അരമണിക്കൂർ മുൻപാണ് കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചത്. അത് കുടുംബത്തെ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ എന്തായാലും പാണ്ടിക്കാട് അതുപോലെ തന്നെ ആനക്കയം പഞ്ചായത്തുകളിൽ നിയന്ത്രണമാണ്. അത് എന്തായാലും ശക്തമായി തന്നെ തുടരും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, തിയേറ്ററുകൾ തുടങ്ങിയവ ഒരറിയിപ്പുണ്ടാകുന്നവരെ തുറന്ന് പ്രവർത്തിക്കരുത് എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയുള്ള ആശങ്കയായി നിലനിൽക്കുന്നത് 246 ആളുകളാണ് ഈ കുട്ടിയുമായി സമ്പർക്കത്തിലുള്ളത്. ഇതിൽ 63 പേരാണ് ഹൈ റിസ്ക് കാറ്റഗറിയിൽ ഉള്ളത്. ഈ കുട്ടിയുടെ പിതാവും മാതാവും അമ്മാവനും ഉൾപ്പെടെ ഇവർക്കൊന്നും തന്നെ യാതൊരു രോഗ ലക്ഷണങ്ങളോ പ്രയാസങ്ങളോ ഇല്ല. ഓരോരുത്തരെയും പ്രത്യേകം മുറികളിൽ ക്വാറന്റൈൻ ചെയ്തിരിക്കുകയാണ്. പിന്നീട് ഈ 3 ആളുകൾക്കാണ് ഇപ്പോൾ പനിയും മറ്റും ഉള്ളത്. ഇതിൽ ഒരാൾ ഈ സമീപ പ്രദേശത്താണ്, പക്ഷേ ഈ കുട്ടിയുമായി നേരിട്ട് സമ്പർക്കമില്ല. മറ്റ് 2 കുട്ടികൾ ഈ കുട്ടികളുടെ സഹപാഠികളാണ്. എന്നാൽ ഈ കുട്ടികൾക്ക് പനി ഉണ്ട്, പക്ഷെ അത് ഒരു വൈറൽ ഫീവർ ആണ് എന്നുള്ള നിഗമനമാണ്. ഇവരുടെ സ്രവ സാമ്പിൾ എടുത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും 14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി കൂടി നിപ ബാധിച്ച് സംസ്ഥാനത്ത് മരിച്ചിരിക്കുന്നു എന്ന സങ്കടകരമായ കാര്യം തന്നെയാണ് ഉള്ളത്. ഈ കുട്ടിക്ക് 10-ാം തീയതി സ്കൂൾ വിട്ട് വന്നതിന് ശേഷമാണ് ഒരു പനിയുടെ ലക്ഷണങ്ങൾ കാണുന്നത്. 12-ാം തീയതി ആദ്യം ഈ പാണ്ടിക്കാട്ടെ ഒരു ഡോക്ടറുടെ ക്ലിനിക്കിൽ കാണിക്കുന്നു. പിന്നീട് തൊട്ടടുത്ത ദിവസം 13-ാം തീയതി പാണ്ടിക്കാട്ടെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവിടെ നിന്ന് വീട്ടിലേക്ക് പോയി വീണ്ടും 15-ാം തീയതി പാണ്ടിക്കാട്ടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നു. പിന്നീട് പെരിന്തൽമണ്ണയിലെ മൗലാന ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നിന്നാണ് ഈ നിപ്പയാണോ എന്ന സംശയം വരുന്നത്. പിന്നീട് കോഴിക്കോട് മിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് അയച്ച സ്രവ സാമ്പിളാണ് ഈ നിപ്പ പോസിറ്റീവാണ് എന്ന് സ്ഥിരീകരിക്കുന്നത്. പിന്നീട് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ ഡോക്ടർമാരുടെ വിദഗ്ധമായ ഒരു സംഘം ഈ കുട്ടിയുടെ ആരോഗ്യനില പരിശോധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈ വലിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് തലച്ചോറിന്റെ പ്രവർത്തനം എല്ലാം തന്നെ വലിയ തോതിൽ ബാധിച്ചിരുന്നു. ഇത് കൂടാതെ ഈ കുട്ടിക്ക് മസ്തിഷ്ക ജ്വരവും അതുപോലെ ഈ ചെള്ളുപനി കൂടി സ്ഥിരീകരിച്ച ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഈ കുട്ടിയിൽ നിന്ന് മറ്റാർക്കും ഈ രോഗം കിട്ടിയിട്ടില്ല എന്ന് ഉറപ്പിക്കുന്നത് വരെ ഈ ജാഗ്രതയുമായി മുന്നോട്ട് പോകേണ്ട